ഹായ് ഹലോ. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 14 ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ജന്മാഷ്ടമിയാണ് ഇന്ന്. അപ്പോൾ ഞാൻ അമ്മയും കൂടെ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോവുക. അമ്മ ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് നിന്നേ. അപ്പോൾ ഞാൻ അമ്മയോട് സംസാരിക്കാൻ പറയുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അമ്പലത്തിൽ പോയിട്ട് വരാം രാവിലെ. അപ്പോൾ അമ്മ പറഞ്ഞ പോലെ നമുക്ക് രാവിലെ അമ്പലത്തിൽ പോയിട്ട് വരാം. നമ്മൾ രാവിലെ കൃഷ്ണൻ്റെ അമ്പലത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് പുള്ളിയുടെ ആണല്ലോ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ രാവിലെ ഇവിടെ വന്നു. അത് കഴിഞ്ഞ് തൊഴുതിട്ടൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ച് അയ്യപ്പൻ്റെ അമ്പലത്തിലൂടെ പോയിട്ട് നമ്മൾ വീട്ടിൽ പോയി നമ്മൾ നേരെ ദോശയൊക്കെ കഴിച്ച് തിരിച്ച് വീണ്ടും അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ണിയൂട്ട് നടക്കുമായിരുന്നു. അമ്പലത്തിൽ സപ്താഹമായിരുന്നു കേട്ടോ, കൃഷ്ണൻ്റെ അമ്പലത്തിൽ. അപ്പോൾ ഇന്ന് അവിടെ 3ാമത്തെ ദിവസം. അപ്പോൾ അവിടെ ഉണ്ണിയൂട്ട് നടക്കുമായിരുന്നു. നല്ല രസമില്ല, കുഞ്ഞയ്യോ, അത് ഭയങ്കര ഹൈലൈറ്റ് ആയിരുന്നു. ഇവിടുത്തെ ഇങ്ങനെ ഓടി നടന്ന് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവിടെ ഉണ്ണിയൂട്ടൊക്കെ കണ്ട് പ്രഭാഷണമൊക്കെ കേട്ടിട്ട് നമ്മൾ നേരെ സദ്യ കഴിക്കാൻ പോയി. നല്ല അടിപൊളി സദ്യയൊക്കെ കഴിച്ച് പായസം ഉണ്ടായിരുന്നു. പായസമൊക്കെ കൂടി സദ്യ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നു. ഹലോ. അപ്പം നിങ്ങൾ ഇതുവരെ കണ്ടതനുസരിച്ച് നമ്മൾ നേരെ അമ്പലത്തിൽ പോയി, അമ്പലത്തിൽ നിന്ന് തിരിച്ചു വന്നു. ഇനിയിപ്പോൾ നമ്മൾ ഘോഷയാത്ര ഉണ്ട്, അതിന് പോകാൻ വേണ്ടി റെഡിയാണ്. ഇപ്പോൾ തന്നെ സമയം 2:30 അപ്പോൾ നമ്മളിനി ഘോഷയാത്രയ്ക്ക് പോകണം. ഇന്നത്തെ ദിവസം ഞാൻ 2 പ്രത്യേകത എനിക്കുള്ളത്. ഒന്ന്, എൻ്റെ ഫ്രണ്ട് പ്രിങ്കുവിൻ്റെ എൻഗേജ്മെൻറ്റ്. 2, നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ. അപ്പോൾ ഒന്നാമത്തേന് എനിക്ക് ആക്ച്വലി പോകാൻ പറ്റിയില്ല. ആൻഡ് ഐ റിയലി മിസ് യു പ്രിങ്കു. നമുക്ക് ബാക്കി നോക്കാം. ഞാൻ പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ പോയി റെഡിയായി. താഴെ ചേച്ചിയുടെ മക്കൾ റെഡിയാവുന്നുണ്ടായിരുന്നു കൃഷ്ണനായിട്ട്. 2 പേര് ട്വിൻസാണ്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുടെ കൂട്ടത്തിൽ നേരെ ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടി നടക്കുക. ദേ പോകുന്നു ഒരു കൃഷ്ണൻ നിങ്ങളിപ്പോൾ എന്നോട് കണ്ടു കാണുമല്ലോ. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ കൃഷ്ണന്മാരും രാധമാരും ഭരതന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുമായിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഘോഷയാത്ര ആരംഭിക്കുന്ന മുമ്പ് ഒരു ഡാൻസ് ഉണ്ടായിരുന്നു, അത് കാണാം. ഡാൻസിനൊക്കെ ശേഷം ഉണ്ണിക്കണ്ണന്മാരുടെ ഉറിയടി ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നതിന് വരെ ഓരോ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഡാൻസും ഉറിയടിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളിതൊക്കെ കണ്ട് ആസ്വദിച്ച് പതിയെ നടന്നാണ് ഉണ്ണിക്കണ്ണന്മാരുടെയും രാധമാരുടെയും ഒക്കെ കൂടെ പോയത്. നമ്മളുടെ ഘോഷയാത്ര ആരംഭിച്ച സ്ഥലത്ത് നിന്നും അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു അമ്പലത്തിലേക്ക്. പക്ഷേ അത് അത്ര ദൂരം ഉണ്ടെന്ന് തോന്നിയതേ ഇല്ല, ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മൾ നടന്നതുകൊണ്ട്. അതേപോലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന ചെറിയ ചെറിയ ബിസ്ക്കറ്റും കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾ ഡാൻസ് കണ്ടിട്ട് വായോ. ഇങ്ങനെ ഇവരുടെ ഇത് കാണുമ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു, എൻ്റെയൊക്കെ കുഞ്ഞിലെ എന്നെ ഇതുപോലെ അമ്മ ഒരുക്കുമായിരുന്നു കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒക്കെ. ഇതുപോലെ വലുതാകുമ്പോൾ ഓർത്തിരിക്കാൻ കുറേ നല്ല ഓർമ്മകളാണ് ഇതൊക്കെ. പണ്ട് തൊട്ടേ എനിക്ക് ഇതുപോലെ ഘോഷയാത്രയ്ക്ക് കൂടെ പോകാനും ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ ഇപ്പോഴും നിങ്ങൾ കണ്ടു കാണുമല്ലോ. അങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തെയും മുറിയടിയും അവരുടെ ഡാൻസും ഒക്കെ കണ്ടിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിൽ നിന്ന് പ്രദക്ഷിണമൊക്കെ വെച്ച് ദിവാരനെ കണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് യാത്ര ചെയ്യും. അങ്ങനെ ഈ വർഷത്തെ ശ്രീകൃഷ്ണ ജയന്തിയും കഴിഞ്ഞ് ടാറ്റാ ബൈ ബൈ, സീ യു.